നമസ്കാരം ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് അലങ്കാരം എന്നുള്ളത് എനിക്കറിയില്ല. അതിനു മുമ്പാണ് എൻ്റെ ഷൂട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ ഇന്ന് ഊഞ്ഞാലിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ട് ആ ഊഞ്ഞാലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഞാൻ ഇപ്പോൾ വീഡിയോസ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, യാത്രയുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കുറേ മുമ്പത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കൂ. അസുഖങ്ങളുടെ കാര്യം ചോദിച്ചിട്ട് ആരും ഇനി മെസ്സേജ് അയക്കണ്ട കേട്ടോ. ഞാൻ അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയണതല്ല. നമ്മൾ ഇപ്പോൾ കൃഷ്ണാരിമിത്രം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കൈവേദനയ്ക്ക് എന്താ ചെയ്യുക, കാലുവേദനയ്ക്ക് എന്താ ചെയ്യുക, തലവേദനയ്ക്ക് എന്താ ചെയ്യുക, നടുവേദനയ്ക്ക് എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു രോഗാവസ്ഥയിലുള്ള ആളുകളെ മാത്രം കാണുന്ന പോലെയായി. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഞാൻ ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ എടുക്കുന്നില്ല. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഗ്രൂപ്പ് ഫുള്ളായി എന്ന് കാണിക്കുന്നു, ഗ്രൂപ്പിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. നമുക്ക് 4ാമത്തെ ഗ്രൂപ്പിൽ മാത്രം കുറച്ച് ആളുകളും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പം 4ാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നമുക്കിപ്പോൾ ടോട്ടൽ 5 ഗ്രൂപ്പാണുള്ളത്. ബാക്കി എല്ലാ ഗ്രൂപ്പും ഫില്ലാണ്. 4ാമത്തെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫില്ലാവാതിരുന്നത് എനിക്കറിയില്ല. അതിൽ മാത്രം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ താഴെ ലിങ്ക് കൊടുത്തേക്കാം, പറ്റുമോ നോക്കൂ. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ 4ാമത്തെ ഗ്രൂപ്പ് ഫില്ലായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ 5 ഗ്രൂപ്പ് തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്കിനി 6ാമത്തെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ചോദ്യങ്ങളില്ല, കാരണം ഉണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഷോർട്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഷോർട്സിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ എന്താണ് വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവമാണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. 2026 ഗുരുവായൂരപ്പൻ്റെ ഉത്സവം വരുന്നത് ഫെബ്രുവരി 28-ാം തീയതി കുംഭമാസത്തിലെ പൂയ നക്ഷത്രം രാത്രിയിലേക്ക് വരുന്ന ആ സമയത്താണ് കൊടിയേറ്റം വരുന്നത്. ഈ കൊടിയേറ്റത്തിൻ്റെ അന്ന് രാവിലത്തെ ശിവേലി തൊട്ടാണ് ആ ഉത്സവത്തിൻ്റെ ചടങ്ങ്, 10 ദിവസത്തെ ചടങ്ങിൽ ആദ്യത്തെ ചടങ്ങ് തുടങ്ങുന്നത് കേട്ടോ. അത് ആനയില്ല ശിവേലിയാണ്. പണ്ടൊരു നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ഉത്സവകാലത്ത് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കാൻ ആനയെ വേണമായിരുന്നു. അന്ന് എല്ലാ ദിവസത്തെയും ശിവേലി ആനയില്ല ശിവേലിയായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ ഉത്സവകാലത്തിൻ്റെ ആ സമയത്ത് ആന വേണമായിരുന്നു എഴുന്നള്ളിപ്പിന്. അതുകൊണ്ട് ആനയെ അന്വേഷിച്ചിട്ട് കിട്ടാനില്ലായ്കയോ ഏക്കം കൊടുക്കാനുള്ള തുകയില്ലായ്മയോ അതെനിക്കറിയില്ല, വ്യക്തമല്ലാതെ. അപ്പോൾ എന്തായാലും ആനയെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് അറിഞ്ഞ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് ആനയില്ലാതിരിക്കുകയോ എന്ന രീതിയിൽ ആന ഓടിയെത്തി എന്നാണ്. രാവിലത്തെ ആനയില്ല ശിവേലിക്ക് ശേഷം എവിടെ നിന്നോ ആനകൾ ഓടിയെത്തി. തൃക്കണാമതിലകത്ത് നിന്ന് എന്ന് പറയുന്നുണ്ട്, ആനകൾ ഓടിയെത്തി എന്ന് പറയുന്നു. അതോടെ ആ വർഷത്തെ ഉത്സവം അതിഗംഭീരമായി നടത്താൻ സാധിച്ചു എന്നും അതിനുശേഷം ഇങ്ങോട്ട് ഒരിക്കലും ആനയില്ലാതെ ഗുരുവായൂരപ്പന് ഉണ്ടായിട്ടേ ഇല്ല. എല്ലാ വർഷവും ഇപ്പം സ്വന്തമായി ആനയുണ്ടല്ലേ, നമ്മുടെ ആന മുതലാളിയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് രാവിലെ എല്ലാ വർഷവും കൊടിയേറ്റത്തിൻ്റെ അന്ന് രാവിലത്തെ ശിവേലി ആനയില്ല ശിവേലിയാണ്. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് ആനയോട്ടമാണ്. ചരിത്രപ്രസിദ്ധമായ ആനയോട്ടം. ഗുരുവായൂരിലെ കിഴക്കേ നടയിലെ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആന ഓടി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിക്കുന്ന ആന ആരാണോ ആ ആനയ്ക്കാണ് വിജയിയായി പ്രഖ്യാപിക്കുക മാത്രമല്ല 10 ദിവസത്തെ ഉത്സവ ചടങ്ങുകളിൽ ഗുരുവായൂരപ്പൻ്റെ പൊൻതിടം എഴുന്നള്ളിക്കാനുള്ള ആ ഒരു വലിയ ഭാഗ്യം സിദ്ധിക്കാം. ഈ ആനയെ ഈ 10 ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് തളയ്ക്കാറുള്ളത്. വേറെ എങ്ങോട്ടും മാറ്റി പാർപ്പിക്കാറില്ല.
പിന്നെ പിറ്റേ ദിവസം മുതൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ആകാംക്ഷപൂർവ്വം നമ്മൾ കാത്തിരിക്കുന്നത് കഞ്ഞിയും പുഴുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഉത്സവകാലത്ത് ദേശദേവത ദേശക്കാർക്ക് മുഴുവൻ, മാത്രമല്ല എല്ലാ ഭക്തർക്കും, ദേശക്കാർക്കൊന്നുമല്ല, ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തർക്കും ഗുരുവായൂരപ്പൻ കഞ്ഞിയും പുഴുക്കും കൊടുത്താണ് സ്വീകരിക്കാറുള്ളത് കേട്ടോ. കഞ്ഞി, പുഴുക്ക്, പപ്പടം, ശർക്കര, അതുപോലെ തന്നെ നാളികേരപ്പൂള്, ഇത്രയും നമുക്ക് ലഭിക്കുന്നതാണ്. പാള ഉപയോഗിച്ച് പാള കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയുടെ പാത്രത്തിൽ പ്ലാവില കുത്തി പ്ലാവില കൊണ്ടുണ്ടാക്കിയ കയ്യിൽ കഞ്ഞിയും മുതിരപ്പുഴുക്കും കൂടി ചേർന്ന് കഴിക്കാൻ എന്താ ഒരു രസം എന്നറിയോ. അപ്പോൾ അത് രാവിലെ മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് വരെയും കഞ്ഞിയും പുഴുക്കും. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3 മണി വരെ ഉണ്ടാവും കഞ്ഞിയും പുഴുക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് സദ്യയാണ്, ചോറ്. അത് ദേശപകർച്ചയാണ്. പകർച്ച എന്ന് പറഞ്ഞാൽ ദേശക്കാർക്ക് എല്ലാവർക്കും നൽകുന്ന ചടങ്ങാണ് കേട്ടോ. അത് സദ്യയാണ് വൈകിട്ടത്തേക്ക് വരുന്നത്. രസകാളൻ കൂട്ടിയുള്ള ഊണ് അതിഗംഭീരമാണ്. അതിനുശേഷം പിന്നെ അകത്ത്, ഉത്സവകാലത്ത് അകത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, 2 നേരം പന്തീരടി പൂജയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം ഗുരുവായൂരപ്പനെ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ ആ പൊൻതിടമ്പ് എഴുന്നള്ളിച്ച് വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഈ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിന് എന്താ ഇത്രയും വലിയ പ്രത്യേകത ചോദിച്ചാൽ, ഗുരുവായൂരപ്പൻ അഭിഷ്ടദായകനായിട്ടിരിക്കുന്ന ആ ഒരു ഭാവമാണ് ഈ ഒരു സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ. ആ സമയത്ത് അവിടെ പോയി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പൻ തഥാസ്തു എന്ന് പറയുന്നതാണ് പറയാറുള്ളത് കേട്ടോ. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗുരുവായൂരപ്പനോട് ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വർഷവും എനിക്ക് തഥാസ്തു പറയാറുണ്ട്. അത് സംഭവ്യമാകാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിച്ചു നോക്കൂ. അഭീഷ്ടദായകനായിട്ടുള്ള ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാം സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ. അത് പന്തീരടി പൂജയ്ക്ക് ശേഷം വരുന്നത് നാലമ്പലത്തിനകത്ത് തന്നെയാണ് എഴുന്നള്ളിച്ച് വയ്ക്കുക. വളരെ കുറച്ച് ഭക്തജനങ്ങൾക്ക് മാത്രം ആ സമയത്ത് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ അവർക്ക് മാത്രമാണ് തൊഴാൻ സാധിക്കുക. എന്നാൽ അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന സമയത്ത് അപ്പം ഏതാണ്ട് 4 മണിക്കൂറോളം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കണ്ടു തൊഴാൻ സാധിക്കും. വടക്ക് വശത്ത് കൃഷ്ണനാട്ടങ്ങളിൽ നടക്കുന്ന സ്ഥലത്താണ് ഗുരുവായൂരപ്പനെ അങ്ങനെ എഴുന്നള്ളിച്ച് വെക്കാറുള്ളത്. അപ്പോൾ അവിടെ തൊഴണമെങ്കിൽ നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെ തന്നെ വരണം. ക്യൂ സംവിധാനത്തിലൂടെ എന്ന് പറയുമ്പോൾ പുറത്ത് കിഴക്കേ നടയിൽ കൂടെ സാധാരണ ക്യൂ സംവിധാനത്തിലൂടെ വന്ന് അമ്പലം മുഴുവനായിട്ടും പ്രദക്ഷിണം വെച്ച് വടക്ക് വശത്തൂടെ എത്തി അങ്ങനെയാണ് നമ്മൾ ആ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക. അതും എന്താ പറയുക, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഉത്സവകാലത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്ന് എന്ന് പറയാം കേട്ടോ. ഇനി 8ാം ഉത്സവം തുടങ്ങി ഗുരുവായൂരപ്പന് സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളിപ്പ് വരുന്നത്. ഉത്സവകാലത്ത് എല്ലാ ദിവസവും 2ാം ഉത്സവം തുടങ്ങി ഗുരുവായൂരപ്പന് ആനപ്പുറത്ത് ശിവേലിയുണ്ട്. ഏതാണ്ട് 2-2.5 മണിക്കൂർ നേരം നീളുന്ന മേളത്തോടു കൂടിയുള്ള ശിവേലി ഗുരുവായൂരപ്പൻ്റെ ഉത്സവകാലത്ത് ആനപ്പുറത്തും പഴുക്കാമണ്ഡപത്തിലും ആണ്. ശ്രീലകത്ത് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓട്ടി നടക്കായിരിക്കും എല്ലായിടത്തും. കലവറകളുടെ ആ ഒരു ഭാഗത്ത് അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ പ്രസൻസ് ഉണ്ട്. നമുക്ക് വെറുതെ പോയി നിന്നാൽ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നിടത്ത് ഉപ്പ് വിളമ്പാൻ ഭഗവാൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ തിരക്ക് എന്ന് കരുതി ആരും മാറ്റി വെക്കരുത്. എന്തായാലും വന്ന് കണ്ട് ഒരു ദിവസമെങ്കിലും പങ്കെടുക്കുക, കഞ്ഞിയും പുഴുക്കും ഒക്കെ കഴിക്കുക. ഇതൊക്കെ എൻ്റെ അപേക്ഷ കേട്ടോ നിങ്ങളോട്. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും തിരക്കില്ലാതെ തൊഴാൻ പറ്റിയ ഏത് ദിവസമാണെന്നല്ലേ ആദ്യം ആലോചിക്കുക. ഞാനും അങ്ങനെ ആലോചിക്കുക. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരം ഉണ്ടല്ലോ, ഒരിക്കലും പാഴാക്കരുത്. ഓടി വന്നോളൂ കേട്ടോ. ഇനി 9ാം ഉത്സവത്തിൻ്റെ ദിവസം രാത്രി അത്താഴപൂജയ്ക്ക് ശേഷമല്ല ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കൽ. സന്ധ്യാസമയത്ത്, അതായത് 4:30 നട തുറക്കുന്ന ആ ഒരു സമയത്താണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കൽ. സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിൻ്റെ ചോടയാണ് ഗുരുവായൂരപ്പന് പഞ്ചാടി ചെമ്പൊക്കെ വയ്ക്കുന്നില്ലേ, ആ ഭാഗത്താണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കുക കേട്ടോ. എഴുന്നള്ളിച്ച് വെച്ച് ഏതാണ്ട് ദീപാരാധനയുടെ സമയം വരെയും, ദീപാരാധന അന്നത്തെ ദിവസം കീഴ്ശാന്തിയാണ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും മേൽശാന്തിയല്ലേ ഗുരുവായൂരപ്പന് ദീപാരാധന നൽകാറുള്ളത്. അന്നത്തെ ദിവസം ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് ഗുരുവായൂരപ്പന് ആ ഒരു ദീപാരാധന കാണിക്കുക. ഈ വർഷത്തെ ദീപാരാധന കാണിക്കാനുള്ള ചടങ്ങ് അത് പള്ളിവേട്ടയ്ക്കാണോ ആറാട്ടിനാണോ എന്നറിയില്ല. ഏതെങ്കിലും ഒരു ദിവസം ദീപാരാധന കാണിക്കുന്നത് എൻ്റെ ഏട്ടനാണ്, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അതെനിക്ക് വലിയൊരു സന്തോഷം നൽകുന്ന എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷമാണ് അത് കേട്ടോ.
അപ്പോൾ അന്നത്തെ ദിവസം കൊടിമരച്ചോട്ടിൽ നിന്ന് ആ ദീപാരാധനയും കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ എന്താ പറയുക, ദേശക്കാരെ മുഴുവൻ കാണാൻ, അല്ലെങ്കിൽ ഭക്തജനങ്ങളെ എല്ലാം കാണാനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുക എന്ന ആ ഒരു ചടങ്ങ് നടത്താറുള്ളത്. അതിനുശേഷം തിരിച്ചു കയറിയിട്ടാണ് അന്നത്തെ ദിവസം പള്ളിവേട്ട തുടങ്ങുന്നത്. ഭഗവാനും ആദ്യം അനേകം മൃഗങ്ങളുടെ വേഷം കെട്ടിയ ആളുകൾ മുന്നിലുണ്ടാവും. ഭഗവാൻ നേരെ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടം വരെ പോയിട്ട് അവിടെ നിന്ന് ആനപ്പുറത്താണ് പോവുക. പിടിയാനയാണ് കേട്ടോ എഴുന്നള്ളിക്കാറുള്ളത്. അവിടം വരെ പോയിട്ട് ഓരോ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ഓരോ ഭക്തൻ്റെയും പിന്നാലെ ഭഗവാൻ ആനപ്പുറത്ത് ഓടുന്നു, അവസാനം വേട്ടയാടുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഈ ഓരോ വേഷത്തിനും ജഡ്ജ്മെൻ്റ് ഉണ്ട് കേട്ടോ, ആർക്കാ സമ്മാനം കിട്ടാന്ന്. അത് മാത്രമല്ല, ഓരോ നടയിലും ഓരോ രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓരോ ക്ലബ്ബുകളുടെ വക, അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ വക, ടാക്സി സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ വക എന്നൊക്കെ പറഞ്ഞ് ഓരോ തരത്തിലും ഗുരുവായൂരപ്പൻ്റെ ഓരോ അലങ്കാരങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ ജഡ്ജ് ചെയ്തിട്ട് സമ്മാനം കൊടുക്കലുണ്ട് കേട്ടോ ദേവസ്വത്തിൻ്റെ വക. പിന്നെ ഓരോ നട അലങ്കാരത്തിനും പ്രത്യേകം സമ്മാനമുണ്ട്. അങ്ങനെ എന്താ പറയുക, ഉത്സവം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഉത്സവം കൊടിയേറുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാണ് തോന്നും. അത്രയും രസകരമാണ് ഈ ഒരു 10 ദിവസം. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി പങ്കെടുക്കാനുള്ളൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ദിവസം മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ എഴുന്നേറ്റ്, ഗുരുവായൂരപ്പ എനിക്ക് ഉത്സവകാലത്ത് ഒരു ദിവസം വരാൻ സാധിക്കണേ, കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ സാധിക്കണേ, ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ എന്താ പറയുക, സ്വൈര്യം കെടുത്തുമെന്ന് പറയില്ലേ ഗുരുവായൂരപ്പനെ, അങ്ങനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും വരും ഉത്സവത്തിന്. നമുക്ക് എല്ലാവർക്കും കൂടെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാം, ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.